എല്ലാവർക്കും നമസ്കാരം. ടിയ ലേണിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഭരണഘടന പഠിക്കാൻ തുടങ്ങി വെച്ചിട്ട് ക്യാബിനറ്റ് മിഷൻ 1946 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം നമ്മൾക്ക് സ്വന്തമായിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബ്രിട്ടീഷുകാര്. അപ്പൊ ആ ആശയത്തിൽ പ്രകാരം 1946 നമ്മൾ ഭരണഘടനയിലേക്ക് കടക്കുകയാണ്. ഭരണഘടന പെട്ടെന്ന് ഒരു ദിവസമായിട്ട് നമുക്ക് ഭരണഘടന ഉണ്ടായതല്ല. അതിന് ഒരുപാട് നാളത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഭരണഘടന നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. 1946 ഡിസംബർ 6-ന് 1946 ഡിസംബർ 6-ന് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. 1946 ഡിസംബർ 6. അപ്പൊ 46 ഡിസംബർ 6-ന് കണക്ട് ചെയ്താൽ മതി. 1946 ഡിസംബർ 6-ന് ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. അതന്ന് രൂപീകരിച്ചതേ ഉള്ളൂ. അതിന്റെ സമ്മേളനങ്ങളോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും അന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായില്ല. അപ്പൊ 46-ല് ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. ഈ സഭ അതിനുശേഷമാണ് കുറെ പേരോടൊക്കെ പറഞ്ഞ് ഒരു സമ്മേളനം വെച്ചു. അത് 1946 ഡിസംബർ 9-നാണ്. 46-ല് ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. 49-ന് ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നു. ഈ സമ്മേളനം നടന്നത് ഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ചിട്ടായിരുന്നു. ഒരു സമ്മേളനം നടക്കുമ്പോൾ ഒരു വേദി ഉണ്ടാവണമല്ലോ. അതാണ് ഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാള്. 46-ല് രൂപീകരിച്ചു. 46 ഡിസംബർ 6-ന് രൂപീകരിച്ചു. ഡിസംബർ 9-ന് ഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ചിട്ട് ആദ്യ യോഗം നടന്നു. ഇനി ഈ ആദ്യ യോഗത്തിൽ പങ്കെടുത്തവര് 209 പേരാണ് ആദ്യ യോഗത്തിൽ പങ്കെടുത്തത്. ഈ 46 ഡിസംബർ 9-ന് നടന്ന സമ്മേളനത്തിൽ ആകെ 209 അംഗങ്ങൾ പങ്കെടുത്തു. ഈ 209-ല് 9 പേര് വനിതകളായിരുന്നു. 209 പേര് ആകെ പങ്കെടുത്തു. അതിൽ 9 പേരായിരുന്നു വനിതകള്. അത്ര മനസ്സിലായില്ലേ? 46 ഡിസംബർ 6-ന് രൂപീകരിച്ചു. 46 ഡിസംബർ 9-ന് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ചിട്ട് ആദ്യ യോഗം നടന്നു. ആദ്യ സമ്മേളനം അവിടെ വെച്ചാണ് സംഘടിപ്പിച്ചത്. ഈ സമ്മേളനത്തിൽ 209 പേരാണ് ആകെ പങ്കെടുത്തത്. ഇതിൽ 9 പേര് വനിതകളായിരുന്നു. ഇനി ഈ ഭരണഘടന നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് ഒരാൾ അഭിസംബോധന ചെയ്തു. അതാണ് JB കൃപലാനി. ചോദിച്ചിട്ടുണ്ട്, ഭരണഘടന നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തതാരെന്ന് ചോദിച്ചാല് JB കൃപലാനി. ഇനി ഈ ഭരണഘടന നിയമനിർമ്മാണ സഭയ്ക്ക് അപ്പൊ ഇതിന്റെ നേതൃത്വം വഹിക്കാൻ ആളുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് ഇതിനൊരു താൽക്കാലിക അധ്യക്ഷനെ അങ്ങ് പെട്ടെന്ന് തെരഞ്ഞെടുത്തു. ആ താൽക്കാലിക അധ്യക്ഷനാണ് സച്ചിദാനന്ദ സിൻഹ. അതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദ സിൻഹ. ഇനി താൽക്കാലിക അധ്യക്ഷനുണ്ട്. ഇനിയിപ്പൊ അധ്യക്ഷന് വരാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഉപാധ്യക്ഷൻ വേണ്ടേ? അതിനു വേണ്ടിയിട്ട് ഒരു ഉപാധ്യക്ഷനെയും കൂടി തെരഞ്ഞെടുത്തു. അതാണ് ഫ്രാങ്ക് ആന്റണി. അപ്പൊ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയും താൽക്കാലിക ഉപാധ്യക്ഷനായത് ഫ്രാങ്ക് ആന്റണിയുമാണ്. 46 ഡിസംബർ 6-ന് രൂപീകരിച്ചു. ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം വിളിച്ചു. അതിൽ 209 പേര് പങ്കെടുത്തു. 9 വനിതകൾ. ആദ്യമായിട്ട് ഈ സമ്മേളനത്തില് അഭിസംബോധന നടത്തിയത് JB കൃപലാനിയും ആദ്യത്തെ ഒരു താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹയും ഉപാധ്യക്ഷനായിട്ട് ഫ്രാങ്ക് ആന്റണിയെയും തിരഞ്ഞെടുത്തു. അതിനുശേഷം അപ്പൊ ഒരു താൽക്കാലിക അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. അപ്പൊ എല്ലാവർക്കും തോന്നി ഒരു സ്ഥിരമായിട്ട് ഈ സഭയ്ക്ക് ഒരു അധ്യക്ഷൻ വേണം. അതിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് തെരഞ്ഞെടുത്തത്. 1946 ഡിസംബർ 11-ന് ചേർന്ന സമ്മേളനത്തിൽ വെച്ച് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഈ ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തു. ഈ ഡേറ്റും പഠിക്കണം, ഡിസംബർ 11. അപ്പൊ ഡിസംബർ 6, ഡിസംബർ 9, ഡിസംബർ 11. 11-ന്റെ പ്രത്യേകത സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. ഇനി ഇവിടെ നമ്മൾ താൽക്കാലിക അധ്യക്ഷനായിട്ട് സച്ചിദാനന്ദ സിൻഹ എടുത്തപ്പോൾ കൂടെ ഒരു ഉപാധ്യക്ഷനെയും കൂടി എടുത്തിരുന്നു. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തപ്പോൾ
സ്ഥിരമായിട്ട് 2 ഉപാധ്യക്ഷന്മാരെയും കൂടി തിരഞ്ഞെടുത്തു. അതിലൊരാള് HC മുഖർജി, മറ്റൊന്ന് VT കൃഷ്ണമാചാരി. HC മുഖർജിയെയും VT കൃഷ്ണമാചാരിയെയുമാണ് സ്ഥിരമായിട്ടുള്ള ഉപാധ്യക്ഷന്മാരായിട്ട് തിരഞ്ഞെടുത്തത്. ഇനി 1946 ഡിസംബർ 9, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ഡിസംബർ 13 ഒരു സമ്മേളനം വിളിച്ചു. ആ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ആ ഡേറ്റ് പഠിക്കണം. 46 ഡിസംബർ 13 നടന്ന സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഈ ലക്ഷ്യപ്രമേയം കുറെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കുറെ ലക്ഷ്യങ്ങൾ, അതായത് ലക്ഷ്യപ്രമേയം ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. പക്ഷെ അത് പാസ്സായില്ലായിരുന്നു. പാസ്സായത് 47 ഡിസംബർ 13 അവതരിപ്പിച്ചു. പക്ഷെ അടുത്ത വർഷമാണ് അത് പാസ്സായത്. 47 ജനുവരി 22 ഈ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്. അപ്പൊ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു, 1946 ഡിസംബർ 13, അത് അംഗീകരിച്ചത് 47 ജനുവരി 22. അത്ര മനസ്സിലായില്ലേ? അടുത്തത് ഭരണഘടന നിയമനിർമ്മാണ സമിതി. ഈ ഭരണഘടന നിയമനിർമ്മാണ സമിതിയിൽ ആകെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 389 പേരാണ്. ഇത് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ് 209 പേര്. അതിനുശേഷം ഇതൊരു സമിതിയായിട്ട് രൂപീകരിച്ചു. ഈ സമിതിയിലെ ആകെ അംഗങ്ങൾ 389 പേരായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നത്. അന്ന് ഇന്ത്യയും അല്ലായിരുന്നു, വിഭജനത്തിന് ശേഷമാണ് നമുക്ക് ഇന്ത്യ എന്ന രാജ്യമായിട്ട് മാറിയത്. അതിന് മുമ്പ് 389 പേരുണ്ടായിരുന്നു. ഈ 389 പേരെന്ന് പറയുന്നവരിൽ കുറച്ച് പേര്, 296 പേര് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഉള്ളവരായിരുന്നു. ഈ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത് 389 പേര്. ഈ 389 പേരെന്ന് പറഞ്ഞാൽ 296 പേര് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നവരായിരുന്നു. ഈ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് പറയുന്നത് പ്രവിശ്യകളിൽ നിന്നുള്ള ഗവർണർമാരും ഉണ്ടായിരുന്നു, ചീഫ് കമ്മീഷണർമാരും കൂടെ ചേരുന്നതാണ് ബ്രിട്ടീഷ് പ്രവിശ്യ എന്ന് പറയുന്നത്. 292 ഗവർണർമാരും 4 ചീഫ് കമ്മീഷണർമാരും ചേർന്ന് വരുന്നതായിരുന്നു ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നുണ്ടായിരുന്നവര്. അങ്ങനെ ആകെ 389 പേരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങളായിരുന്നത്. ഇനി ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആകെ ഉണ്ടായിരുന്ന വനിതകൾ 17 പേരാണ്. ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 17 പേരായിരുന്നു. ഇത് ഇന്ത്യ വിഭജനത്തിന് മുമ്പായിരുന്നു 17 പേരുണ്ടായിരുന്നത്. വിഭജനത്തിന് ശേഷം ഈ വനിതകൾ എത്ര പേരായി? 15 പേരായിട്ട് ചുരുങ്ങുകയാണ് ഉണ്ടായിരുന്നത്. 17 പേരുണ്ടായിരുന്ന വനിതകള് അത് 15 പേരായിട്ട് ചുരുങ്ങി. ഇനി നമുക്ക് നോക്കണം, ഈ ഭരണഘടനയുടെ നിയമനിർമ്മാണ സമിതിയിൽ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു? എത്ര മലയാളികൾ ഉണ്ടായിരുന്നു ചോദിച്ചാൽ അതും 17 തന്നെയാണ്. ആകെ വനിതകൾ 17 ആയിരുന്നു. അത് ഇന്ത്യ വിഭജിച്ചു കഴിഞ്ഞപ്പോൾ 15 മാറി. അതിനുശേഷം നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ 17 മലയാളികൾ ഉണ്ടായിരുന്നു. ഈ 17 മലയാളികളിൽ 3 വനിതകൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. 17 മലയാളികൾ, അതിൽ 3 പേര് വനിതകളായിരുന്നു. ഇനി നമുക്ക് നോക്കാം, ഈ 17 മലയാളികളെ നമ്മൾ പഠിച്ചിരിക്കണം. അതിലാണ് തിരുവിതാംകൂറിൽ നിന്നും ആളുകൾ പങ്കെടുത്തു, കൊച്ചിയിൽ നിന്നുണ്ടായിരുന്നു, മദ്രാസിൽ നിന്നുണ്ടായിരുന്നു, യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന്. ഈ 4 ഭാഗത്തു നിന്ന് കൂടിയായിരുന്നു മലയാളികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് നോക്കാം തിരുവിതാംകൂറിൽ നിന്ന് ആരൊക്കെയാണ് പങ്കെടുത്തതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ, ഇങ്ങനെ 5 പേരായിരുന്നു തിരുവിതാംകൂറിൽ നിന്ന് പങ്കെടുത്തത്. അപ്പൊ തിരുവിതാംകൂറിൽ നിന്ന് പങ്കെടുത്തത് പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. ഇനി കൊച്ചിയിൽ നിന്ന് ഒരാളാണ് പങ്കെടുത്തത്. ഈ സമിതിയിൽ കൊച്ചിയിൽ നിന്ന് ഒരു മലയാളി ഉണ്ടായിരുന്നു, അതാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. കൊച്ചിയിൽ നിന്ന് പങ്കെടുത്ത ആളാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഇനി മദ്രാസിൽ നിന്ന് കുറച്ചധികം ആളുകൾ വന്ന് മദ്രാസിൽ നിന്നായിരുന്നു. K മാധവ മേനോൻ, AK മേനോൻ, രണ്ട് കണക്ട് ചെയ്യാം. K മാധവ മേനോനും AK മേനോൻ. അടുത്ത ആള് KTM അഹമ്മദ് ഇബ്രാഹിം, അബ്ദുൾ സത്താർ ഹാജി,
മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, ബി പോക്കർ, പി കുഞ്ഞിരാമൻ. ഇങ്ങനെ 7 പേരാണ് മദ്രാസിൽ നിന്നും ഈ സമിതിയിലേക്ക് തെരഞ്ഞെടുത്ത ആളുകൾ. കെ മാധവ മേനോൻ, എ കെ മേനോൻ, KTM അഹമ്മദ് ഇബ്രാഹിം, അബ്ദുൾ സത്തർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, ബി പോക്കർ, പി കുഞ്ഞിരാമൻ. അപ്പൊ തിരുവിതാംകൂറിൽ നിന്നായി, കൊച്ചിയിൽ നിന്നായി, മദ്രാസിൽ നിന്നായി. അടുത്തത് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നായിരുന്നു. അവിടെ നിന്ന് പങ്കെടുത്തത് ഡോക്ടർ ജോൺ മത്തായി ആണ് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും സമിതിയിലേക്ക് തിരഞ്ഞെടുത്തത്. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. തിരുവിതാംകൂറിൽ നിന്ന് 5 പേരുണ്ടായിരുന്നു. പട്ടം താണുപിള്ള, ആർ ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. ഇത് നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് തിരുവിതാംകൂർ എന്നല്ലേ, ഇപ്പൊ നമ്മൾ അതിന് പറയുന്ന പേരെന്താ? തിരുവനന്തപുരം. അപ്പൊ നമുക്ക് ഓർക്കാം, തിരുവനന്തപുരത്തെ പട്ടം എന്നുള്ള സ്ഥലം തിരുവനന്തപുരത്താണല്ലോ. PSCയുടെ ഓഫീസ് അവിടെയാണ്. അപ്പൊ തിരുവനന്തപുരത്തുള്ള തിരുവനന്തപുരത്തെ പട്ടത്തുള്ള ആര്? ശങ്കർ നടന്ന് മുഹമ്മദിന്റെ പീടികയിൽ എത്തിയെന്ന് ഓർത്തിരിക്കാം. തിരുവിതാംകൂർ എന്നുള്ളതൊക്കെ തിരുവനന്തപുരമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. തിരുവനന്തപുരത്തെ ഒരു സ്ഥലമാണ് പട്ടം. തിരുവനന്തപുരത്തെ പട്ടത്തുള്ള ആര്? ശങ്കർ, ആർ ശങ്കർ. അവൻ എങ്ങനെയാ നടന്നു പോയത്? നടന്ന് മുഹമ്മദിന്റെ PT എന്നുള്ളത് പീടിക, കടയില്ലേ പീടിക, അങ്ങനെയായിട്ട് കണക്ട് ചെയ്യാം. തിരുവനന്തപുരത്തെ പട്ടത്തുള്ള ശങ്കർ നടന്ന് മുഹമ്മദിന്റെ പീടികയിലെത്തി. അപ്പൊ ഇത്രയും പേരാണ് തിരുവിതാംകൂറിൽ നിന്ന് പങ്കെടുത്തത്. പിന്നെ കൊച്ചിയിൽ നിന്നും യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ഓരോരുത്തർ വീതമുള്ളൂ. കൊച്ചി, പനമ്പള്ളി. കൊച്ചിയിൽ ഒരു വലിയ പള്ളി ഉണ്ടെന്ന് ഓർത്താൽ മതി. കൊച്ചി, പനമ്പള്ളി. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് യുണൈറ്റഡ്, അപ്പൊ ഇച്ചിരി വലിയ ആളാന്ന് ഓർത്താൽ മതി. ഡോക്ടർ ആണ് ഡോക്ടർ ജോൺ മത്തായി. ഇനിയാണ് ഉള്ളത് മദ്രാസിൽ നിന്ന്. അത് നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കണം. മാധവ മേനോൻ, 2 മേനോന്മാരുണ്ടായിരുന്നു. മദ്രാസ് അല്ലേ, വെച്ച് തുടങ്ങണം. മാധവ മേനോനും AK മേനോനും. അടുത്തത് KTM അഹമ്മദ് ഇബ്രാഹിം. 3 മുസ്ലിം വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്നു. 3 പേര് ഓർത്താൽ മതി. KTM അഹമ്മദ് ഇബ്രാഹിം, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അടുത്തൊരാളാണ് ബി പോക്കർ ആൻഡ് പി കുഞ്ഞിരാമൻ. ഇങ്ങനെ 7 പേരായിരുന്നു മദ്രാസിൽ നിന്ന് പങ്കെടുത്തത്. കിട്ടിയില്ലേ? തിരുവിതാംകൂറിൽ നിന്നായി, കൊച്ചിയിൽ നിന്നായി, യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നായി, മദ്രാസിൽ നിന്നായി. ഇനി നമുക്ക് നോക്കണം. ഇതില് നമ്മൾ പറഞ്ഞു 17 മലയാളികൾ ഉണ്ടായിരുന്നതിൽ 3 പേര് വനിതകൾ. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 പേരും വനിതകൾ ഉണ്ടായിരുന്ന എന്തായാലും പഠിക്കണം. ഒന്ന് ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഈ ആനി മസ്ക്രിൻ എവിടെ നിന്നാ വന്നതെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറിൽ നിന്നാണ്. അപ്പൊ ഈ കൂടെ വരുന്ന ഒരാളാണ് ആനി മസ്ക്രിൻ. ആനി മസ്ക്രിൻ മാത്രമാണ് തിരുവിതാംകൂറിൽ നിന്ന് വന്ന വനിത. ബാക്കി അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്ന് വന്നവരാണ്. അമ്മുവും ദാക്ഷായണിയും മദ്രാസിലുണ്ടായിരുന്നവരും, ആനി മാത്രം തിരുവിതാംകൂറിൽ. അങ്ങനെ ഓർത്താൽ മതി. നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാരികൾ ഒരു ആനി തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു വിചാരിച്ചാൽ മതി. ബാക്കി 2 പേരെ എന്തായാലും കിട്ടിക്കോളൂ. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്ന് വന്നു. ഇത്രയും പേരായിരുന്നു 17 മലയാളികൾ ഈ ഭരണഘടന നിയമനിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നവര്. ഇനി നമുക്ക് ഈ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ് BN റാവു. BN റാവു ആയിരുന്നു നമ്മുടെ ഭരണഘടനയുടെ നിയമ ഉപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമ ഉപദേഷ്ടാവ് ആരെന്ന് ചോദിച്ചാൽ അതാണ് BN റാവു. ബനഗൽ നരഹരി റാവു എന്നാണ് ഫുൾ ഫോം. ബനഗൽ നരഹരി റാവു ആണ് BN റാവു. ഇനി നമ്മുടെ ഇന്ത്യയുടെ മാത്രമല്ല മ്യാൻമാറിന്റെയും ഭരണഘടനയുടെ ഒരു നിയമ ഉപദേഷ്ടാവായിരുന്നു BN റാവു. ഇന്ത്യയുടെയും മ്യാൻമാറിന്റെയും. അപ്പൊ ചോദിക്കാം, ഇന്ത്യയുടെ കൂടാതെ മ്യാൻമാറിന്റെ ഭരണഘടനയുടെ നിയമ ഉപദേഷ്ടാവായിരുന്നു ചോദിച്ചാൽ അതും BN റാവു ആണ്. മറ്റൊന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരനാണ് BN റാവു. അത് PSC ചോദിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരനായിരുന്നു ചോദിച്ചാൽ അതും BN റാവു ആണ്.